ബാഹ്യമായ അടയാളങ്ങൾ അന്വേഷിച്ചു നടന്ന പരീശന്മാരെ ഈശോ തിരുത്തുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗം യഥാർത്ഥ അത്ഭുതം ഹൃദയത്തിൻ്റെ മാറ്റമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടിമയായിരുന്ന ഒനേസിമസ് വിശുദ്ധ പൗലോസിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞ് ഒരു പ്രിയ സഹോദരനായി മാറിയത് ഇത്തരമൊരു വലിയ അടയാളമാണ്. അവിശ്വാസത്തിൻ്റെ വഴികൾ വെടിഞ്ഞ് വിശുദ്ധ ഒനേസിമസിനെ പോലെ ദൈവകൃപയാൽ രൂപാന്തരപ്പെടാൻ നമുക്കും ഈ വചനവായനയിലൂടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനമായ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മരകരയിലേക്ക് പോയി. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ഒനേസിമസ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ശിഷ്യനും ബൈബിളിലെ ഫിലോമന് എഴുതിയ ലേഖനത്തിലെ പ്രധാന വ്യക്തിയുമാണ് വിശുദ്ധ ഒനേസിമസ്. ധനികനായ ഫിലോമന്റെ അടിമയായിരുന്ന ഇദ്ദേഹം യജമാനന്റെ പക്കൽ നിന്ന് ഓടിപ്പോവുകയും റോമിൽ വെച്ച് പൗലോസ് അപ്പോസ്തലനെ കണ്ടുമുട്ടുകയും ചെയ്തു. പൗലോസിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ച ക്രിസ്ത്യാനിയായ ഒനേസിമസിനെ ഒരു അടിമയായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരനായി സ്വീകരിക്കണമെന്ന് പൗലോസ് ഫിലോമനോട് അഭ്യർത്ഥിച്ചു. പിൽക്കാലത്ത് അടിമത്തത്തിൽ നിന്ന് മോചിതനായ അദ്ദേഹം സുവിശേഷ പ്രചാരണത്തിൽ പൗലോസിന്റെ വിശ്വസ്ത സഹായിയായി മാറി. പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം ബൈസാന്തിയത്തിലെ ബിഷപ്പ് ആയെന്നും വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു.